ബാനറുകളിലൂടെ പോസ്റ്ററുകളിലൂടെയൊക്കെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുക എന്നുള്ളത് അങ്ങേയറ്റം ജനാധിപത്യപരമായിട്ടുള്ള രീതിയാണ്, നിലയാണ്. ഈ ക്യാമ്പസിനകത്ത് SFI സ്ഥാപിച്ചിട്ടുള്ള വിവിധങ്ങളായ ബാനറുകളുണ്ട്, ബോർഡുകളുണ്ട്, പോസ്റ്ററുകളുണ്ട്. അതിലൊക്കെ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജനാധിപത്യപരമായ മുദ്രാവാക്യങ്ങളാണ്, രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. ഇന്ന് കേരളത്തിനകത്ത് ഉയർന്ന് കേൾക്കണം എന്ന് കേരളത്തിലെ ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. ഈ മുദ്രാവാക്യങ്ങളെ, രാഷ്ട്രീയ ചോദ്യങ്ങളെ ഈ വിധത്തിൽ ചാൻസലർ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള എന്തെല്ലാമൊക്കെയോ തകരാറുണ്ട് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ ഏറ്റവും നിലവാരത്തിലായിരിക്കണം ഞങ്ങളുടെ സമരരൂപങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച്, ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ ഏറ്റവും നിലവാരത്തിലായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ചാൻസലർ, ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പ്രതിയോഗി എന്ന കണക്കെയാണ് ഇപ്പോൾ നിലവിൽ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിയോഗി ഒരു തരത്തിലുമുള്ള നിലവാരമില്ലാതെ ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിൻ്റെ നിലവാരത്തിനകത്ത് വലിയ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഇന്ന് അദ്ദേഹം വിവാഹ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോയി നല്ല മട്ടൻ മന്തിയൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് കുറച്ച് പാൻപരാഗൊക്കെ മുറുക്കിയതിന് ശേഷം നേരെ ഇന്ന് ക്യാമ്പസിനകത്തുകൂടെ ഇറങ്ങി നടന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ആക്രോശങ്ങൾ, ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ടു. എന്ത് രീതിയാണിത്? സ്വാഭാവികമായിട്ട് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചും ഇതെന്ത് രീതിയാണ്? ഒരു ഉത്തരവാദിത്വപ്പെട്ട ഭരണഘടനാ സ്ഥാനത്താണ് താൻ ഇരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ, അദ്ദേഹം ചെയ്യേണ്ടുന്ന രീതിയാണോ, അദ്ദേഹം പുലർത്തേണ്ടുന്ന മാന്യതയാണോ ഇന്ന് അദ്ദേഹം പുലർത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിനകത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജനാധിപത്യപരമായ സമരങ്ങളെ, ജനാധിപത്യപരമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളെ ഇത്രമേൽ അദ്ദേഹം ഭയക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ്. ഈ സമയം വരെ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തരുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഇപ്പോൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ആവർത്തിച്ച് ചോദിച്ചത് ഞാൻ എന്തിന് ഈ ക്രിമിനലുകൾക്ക് മറുപടി കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സമരത്തിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ളത് ഈ സംസ്ഥാനത്തിനകത്തെ വിദ്യാർത്ഥികളാണ്. അദ്ദേഹം ചാൻസലറായിരിക്കുന്ന സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് അദ്ദേഹം മറുപടി തന്നേ തീരൂ. ഞങ്ങൾക്കെന്നല്ല, കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും ചോദ്യത്തിന് മറുപടി തരുന്നതിന് വേണ്ടിയുള്ള ബാധ്യസ്ഥത കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർക്കുണ്ട്. അദ്ദേഹം ഈ വിവിധ സെനറ്റുകളിലേക്ക് നടത്തിയിട്ടുള്ള നോമിനേഷൻ ചാൻസലർ എന്ന പദവിക്കകത്തിരുന്നു കൊണ്ടാണ്. ചാൻസലറാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ചാൻസലർ പദവിയിൽ അദ്ദേഹത്തെ ഇരുത്തിയിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ പാസ്സാക്കിയിട്ടുള്ള സർവകലാശാല ആക്ട് പ്രകാരമാണ് സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഇരിക്കുന്നത്. അങ്ങനെ കേരള നിയമസഭ പാസ്സാക്കിയ ആക്ട് പ്രകാരം സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലിരുന്ന് ആ പദവിയിലിരുന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ കാവ്യവൽക്കരണ ഇടപെടലുകൾ, ആ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനകത്ത് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടുന്നത് രാജ്ഭവനകത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് രാജാവാണ് താൻ എന്ന ധാരണയാണ് അദ്ദേഹത്തിന്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിനകത്ത്, ജനാധിപത്യ കേരളത്തിനകത്ത് ജനാധിപത്യ ചോദ്യങ്ങൾ ഉയരും, ജനാധിപത്യ സമരങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മറുപടി പറയിക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ സമരചരിത്രം. ഈ ഗവർണർ വന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സമരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഗവർണർ ചോദിച്ച ചോദ്യം, എവിടെ ഞാൻ വരുന്ന വഴിക്ക് എവിടെയും പ്രതിഷേധം കണ്ടില്ലല്ലോ, ഒരു SFIക്കാരെയും കണ്ടില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പരാമർശിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ സമരം നടന്നായിട്ട് അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അല്ല, അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണവും ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ പലയാവർത്തി പറഞ്ഞു, ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ചാൻസലർ പദവിയിലിരിക്കുന്ന ആളുമായാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഘട്ടമെത്തുമ്പോൾ ചാൻസലറുടെ പോയിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ചില തമാശ ചിത്രങ്ങളിലെ നാലാംകിട ഗുണ്ടാ കഥാപാത്രങ്ങൾ പോലെ തമാശ കഥാപാത്രമായിട്ട് അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, ഇന്ന് ഈ ക്യാമ്പസിനകത്ത് ഇന്നലെ മുതൽ 4 ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സ് ഉണ്ട്. 4 ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സിന്റെ ആയിരക്കണക്കിന് പോലീസുകാരുടെ നടുക്ക് നിന്നാണ് ഇദ്ദേഹം ഈ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ വന്ന് അടിക്ക്,
നിങ്ങൾ എന്നെ വന്ന് ആക്രമിക്കുക, എന്നെ അടിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പോലീസിൻ്റെയും സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെയും സംരക്ഷണ കവചമില്ലാതെ ബഹുമാനപ്പെട്ട ചാൻസലർ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ഒരു കല്ലും ഞങ്ങൾ എറിയില്ല. അദ്ദേഹത്തെ ഒരു തരത്തിലും ഞങ്ങൾ ആക്രമിക്കില്ല. ഞങ്ങളുടെ സമരം ജനാധിപത്യപരമായിരിക്കും. ഞങ്ങളൊരു അക്രമത്തിനും നേതൃത്വം കൊടുക്കുന്ന ആളുകളല്ല. അപ്പോൾ ഇദ്ദേഹം എന്തോ മറ്റേ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വന്നിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, മല്ലുയുദ്ധത്തിന് വന്നിരിക്കുന്നത് പോലെ യുദ്ധപ്രഖ്യാപനം നടത്തി ഞാനങ്ങ് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ശരീരഭാഷയോടെയാണ് അദ്ദേഹം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. ഞങ്ങളുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. ഞങ്ങളുടെ സമരം രാഷ്ട്രീയ സമരമാണ്. ആ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ സമരം കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന സർവകലാശാലകൾ, കലാലയങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങളാകരുത് എന്ന നിലപാടുള്ള മുഴുവൻ മനുഷ്യരും ഞങ്ങളുടെ സമരത്തോടൊപ്പമുണ്ട്. ആ സമരം ഞങ്ങൾ കരുത്തോടെ തുടരും.